ടെലിവിഷൻ ഷോകളിൽ ആങ്കറായി തുടക്കം കുറിച്ച് നായികയായി വളർന്ന താരമാണ് നസ്രിയ നസീം. 2006 ബ്ലെസ്സി സംവിധാനം ചെയ്ത പളുങ്ക് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മകളായിട്ടാണ് സിനിമയിലെത്തിയത്. നിരവധി ചിത്രങ്ങളിൽ തൻ്റെ കഴിവ് തെളിയിച്ച നസ്രിയ നസീം എന്ന നടിയുടെ ഉദയം സിനിമാ പ്രേക്ഷകർ കണ്ടത് ഏറെ പ്രതീക്ഷയോടെയാണ്. തെന്നിന്ത്യയിലെ മുൻനിര നായിക നടിയാകാനുള്ള ആരാധക വൃന്ദം ചുരുങ്ങിയ കാലം കൊണ്ട് നസ്രിയയ്ക്ക് ലഭിച്ചു. സിനിമാ കരിയറിന് നസ്രിയ പ്രഥമ പരിഗണന നൽകിയിരുന്നില്ല. കൈ നിറയെ അവസരങ്ങൾ ഉള്ളപ്പോഴാണ് 19-ാം വയസ്സിൽ നടി വിവാഹിതയാകുന്നത്. നടൻ ഫഹദ് ഫാസിലുമായുള്ള നസ്രിയയുടെ വിവാഹം ഏറെ ചർച്ചയായിരുന്നു. വിവാഹിതനാകുമ്പോൾ 32-കാരനാണ് ഫഹദ്. ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസം ആരാധകരെ അമ്പരപ്പിച്ചിരുന്നു. ഇന്നും മോളിവുഡിലെ പ്രിയ താരദമ്പതികളാണ് ഫഹദും നസ്രിയയും. വിവാഹത്തോടെ സിനിമയിൽ നിന്നും വിട്ടുനിന്ന നസ്രിയ അഞ്ജലി മേനോൻ്റെ കൂടെ എന്ന ചിത്രത്തിലൂടെ തിരിച്ചുവരവും നടത്തിയിരുന്നു. വിവാഹശേഷം ചുരുക്കം സിനിമകളിലെ നസ്രിയ അഭിനയിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ ഇന്നും കരിയറിൽ സജീവമായിരുന്നെങ്കിൽ വലിയ ഖ്യാതികൾ നസ്രിയെ തേടി വന്നേനെ. കൈ നിറയെ അവസരങ്ങൾ ഉള്ളപ്പോഴാണ് ഇതൊന്നും വേണ്ടെന്ന് വെച്ച് നസ്രിയ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. തമിഴകത്ത് നസ്രിയയ്ക്ക് വലിയ ആരാധക വൃന്ദമുണ്ടാക്കിയ സിനിമയാണ് രാജാ റാണി. അറ്റ്ലി സംവിധാനം ചെയ്ത സിനിമയിൽ നയൻതാര, നസ്രിയ, ആര്യ, ജയ് എന്നിവരാണ് പ്രധാന വേഷം ചെയ്തത്. സിനിമയുടെ ഫ്ലാഷ് ബാക്കിലാണ് നസ്രിയയുടെ കഥാപാത്രം വരുന്നത്. തുടക്കക്കാരിയായ നസ്രിയയ്ക്ക് മികച്ച സ്വീകാര്യത സിനിമയിലൂടെ അന്ന് തമിഴകത്ത് ലഭിച്ചു. നസ്രിയേക്കാൾ അന്ന് ചർച്ചയായത് രാജാ റാണിയിലെ നയൻതാരയുടെ പ്രകടനമാണ്. ഇതിന് മറ്റു ചില കാരണങ്ങളുമുണ്ട്. വ്യക്തിജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം കരിയറിൽ നിന്നും മാറി നിന്ന നയൻതാര ശക്തമായ തിരിച്ചുവരവ് നടത്തിയ സിനിമയാണ് രാജാ റാണി. നടി ഇന്നത്തെ ലേഡി സൂപ്പർ താരമായതിൽ നിർണായക പങ്കുവഹിച്ച സിനിമ. രാജാ റാണി ഹിറ്റായതോടെയാണ് നയൻതാരയ്ക്ക് നഷ്ടപ്പെട്ട താരമൂല്യം തിരികെ ലഭിക്കുന്നതും ഹിറ്റ് സിനിമകൾ തുടർന്നു ലഭിക്കുന്നതും. ഈ കാരണങ്ങളാൽ രാജാ റാണിക്ക് നയൻതാരയുടെ തിരിച്ചുവരവ് എന്ന തരത്തിൽ വൻ പ്രാധാന്യം ലഭിച്ചു. അന്ന് പല ഗോസിപ്പുകളും ഇവരെക്കുറിച്ച് വന്നു. നസ്രിയ ഇത്തരം ഗോസിപ്പുകളെല്ലാം നിഷേധിക്കുകയാണുണ്ടായത്. സിനിമയുടെ റിലീസിന് മുൻപ് രാജാ റാണിയിൽ തൻ്റെ കഥാപാത്രത്തിനും പ്രാധാന്യമുണ്ടെന്ന് നസ്രിയ പറഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. 2 നായികമാർ ഒരുമിച്ചെത്തിയതോടെയാണ് പലതരത്തിലുള്ള ഗോസിപ്പുകൾ പരന്നത്. നയ്യാണ്ടി എന്ന നസ്രിയയുടെ സിനിമ പുറത്തിറങ്ങിയപ്പോഴുണ്ടായ വിവാദത്തിലും നയൻതാരയുടെ പേര് വലിച്ചിഴക്കപ്പെട്ടു. സിനിമയിൽ വയർ കാണിക്കുന്ന സീൻ തൻ്റെ സമ്മതമില്ലാതെ ഡ്യൂപ്പിനെ വെച്ച് ഷൂട്ട് ചെയ്തതെന്ന് പരാതി ഉന്നയിച്ച് അന്ന് നസ്രിയ രംഗത്ത് വന്നിരുന്നു. ഇതിനെതിരെ നയൻതാര സംസാരിക്കുകയും നസ്രിയയെ വിമർശിച്ചെന്നും അന്ന് ഗോസിപ്പുകൾ വന്നു. എന്നാൽ നസ്രിയ ഈ ഗോസിപ്പ് നിഷേധിക്കുകയാണുണ്ടായത്. നസ്രിയയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. ഇത്രയധികം ജനപ്രീതിയുള്ള നടി എന്തുകൊണ്ടാണ് കരിയറിൽ സജീവമല്ലാത്തതെന്നാണ് ആരാധകരുടെ ചോദ്യം. അതേസമയം നിർമ്മാണ രംഗത്ത് ഭർത്താവ് ഭഗതിനൊപ്പം നസ്രിയ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. വിവാഹശേഷം വന്ന ഇടവേളയെക്കുറിച്ച് നസ്രിയ മുമ്പ് സംസാരിച്ചിരുന്നു. 4 വർഷത്തെ ഇടവേള മുൻകൂട്ടി തീരുമാനിച്ചതല്ല, മറ്റു പല കാര്യങ്ങളുടെയും തിരക്കിലായിരുന്നു. വിവാഹശേഷം ഫഹദ് 1 വർഷം ഇടവേള എടുത്തിട്ടുണ്ട്. ആരും അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. സിനിമകളിൽ നിന്നും മാറി നിന്ന സമയത്ത് ഫഹദിനൊപ്പം യാത്രകൾ ചെയ്തു. കഥകൾ കേട്ടിരുന്നില്ല. സിനിമകൾ ചെയ്യുന്നില്ലേ, എത്രനാൾ ഇങ്ങനെ ഇരിക്കും എന്ന് ഫഹദ് ചോദിച്ചിരുന്നു. തനിക്ക് പെട്ടെന്ന് സിനിമകൾ ചെയ്യാൻ താല്പര്യം ഇല്ലായിരുന്നെന്നും നസ്രിയ വ്യക്തമാക്കി. നസ്രിയ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഫഹദിന് കരിയറിൽ തിരക്കേറുകയാണ്. മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും ഫഹദ് സാന്നിധ്യം അറിയിക്കുന്നു. തെലുങ്കിൽ പുഷ്പ 2 ദ റൈസ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്.